അപ്പോൾ അധ്വാനിക്കണം, സമ്പത്തുണ്ടാക്കണം, ജോലി ചെയ്യണം, ഗൾഫ് പോകേണ്ടി വരും, പ്രയാസപ്പെടേണ്ടി വരും. എന്നാലേ എന്താവുള്ളൂ? പുരുഷനാവുള്ളൂ. അവനാണെന്ത്? പുരുഷൻ. അല്ലാതെ ഒരു ജോലി ചെയ്യാതെ വീട്ടിലിങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കുക. നമ്മളെ നാട്ടിലൊക്കെ കാണാൻ ചില കുടുംബത്തിലൊക്കെ പെണ്ണുങ്ങൾ പണിക്ക് പോകും, ആണുങ്ങളോ ഓലിങ്ങനെ വല്ല അവിടെ ഇവിടെയൊക്കെ പറ്റിപ്പിടിച്ച് ഇങ്ങനെ പീഡിയക്കോലായിൽ, അങ്ങാടിയിൽ, അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ. ഇവന് കവ്വാമൂന എന്ന് പറഞ്ഞ് ചെല്ലാൻ പറ്റുമോ? പറ്റൂല. കവ്വാമൂനാരാ? നമ്മൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് പ്രയാസപ്പെട്ട ഈ പ്രവാസ ലോകത്ത് ദുബായിൽ വന്നത്. വല്ല ഇഷ്ടം ഉണ്ടായിട്ടാ? അല്ലല്ലോ. ഇഷ്ടമുണ്ടായിട്ട് വന്നതാ? അല്ല. പ്രയാസത്തോടു കൂടെ ഇഷ്ടപ്പെട്ട് ഇവിടെ വന്നത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കണവരും വളരെ കുറച്ച് ആൾക്കാരാണ്. പക്ഷെ അൽഹംദുലില്ലാഹ് നമുക്ക് സമാധാനിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ റിസ്ഖ് അല്ലാഹു വെതറിയത് ഇവിടെയാണ്. നമ്മൾ പോയി പൊറുക്കല്ലാതെ നിവൃത്തിയില്ല, പൊറുക്കിയെടുക്കണം. ആ പൊറുക്കാൻ നമുക്ക് വിസമ്മതം പാടില്ല. അങ്ങനെയാണ് പുരുഷനെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രയാസങ്ങളെ പുരുഷൻ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. എന്നിട്ട് പ്രകടിപ്പിക്കണം. എന്ത്? ചിരിക്കണം, പുഞ്ചിരിക്കണം, അങ്ങനെയൊക്കെ ആകണം. അതാണ് യഥാർത്ഥത്തിലുള്ള രീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത് അതാണ് പുരുഷത്വവും. നേരെ മറിച്ച് അങ്ങാടിയിലൊക്കെ ചെന്നാൽ, സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ചെന്നാൽ നമ്മളെന്താ, ഹായ് പുള്ളി ഭയങ്കര വിറ്റൊക്കെ അടിച്ച് എന്താ കേൾക്കണ്ടേ, പുള്ളിയുടെ കൂടെ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ എന്തൊരു രസമാണ്, ടൈം പാസിങ്ങിന് ഓനെ കിട്ടണം എന്നാ പറയാം. വീട്ടിൽ ചെന്നാലോ, വീട്ടിൽ ചെന്നാൽ മൂപ്പര് ഭയങ്കര ഗൗരവത്തിൽ സംസാരിച്ചുകൂടാ, കുട്ടികളെ കണ്ടുകൂടാ, കുട്ടികളെ മുമ്പിൽ ചെന്നാൽ ഭയങ്കര സ്ട്രിക്റ്റ്. ഇതൊന്നും പറ്റൂല. ഇതൊന്നും ജീവിതമല്ല. പുരുഷനാകേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന രീതി അതാണ്. അറിയില്ലേ നിങ്ങൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയുമായി നടത്തിയ ഓട്ടപ്പന്തയ മത്സരം? ആയിഷ റളിയല്ലാഹു അൻഹായുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്രയിലാണ്. സാധാരണ യാത്ര പോകുമ്പോൾ നബി ഇങ്ങനെ നറുക്കിടും. നറുക്കെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എല്ലാ ഭാര്യമാരെയും പേരെഴുതിയിട്ടൊരു നറുക്കിടും. എന്നിട്ട് ആർക്കാണോ കിട്ടുന്നത് അവരാണെന്ത് പോവുക, യാത്രയിൽ പോവുക. ആ പ്രാവശ്യം ആയിഷ റളിയല്ലാഹു അൻഹ കിട്ടിയത്. ആയിഷ റളിയല്ലാഹു അൻഹയായിട്ട് നബി ഇങ്ങനെ പോവുകയാണ്. അന്ന് ആയിഷ ചെറിയൊരു കുട്ടിയാണ്, വല്ലാണ്ടൊന്നും പ്രായമായിട്ടില്ല. ആ സന്ദർഭമാണ്. അപ്പോൾ വഴിയിൽ ഇങ്ങനെ ഒട്ടകപ്പുറത്തും നടന്നുമൊക്കെയാണുള്ള യാത്ര. അങ്ങനെ സമൂഹത്തിൻ്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പോകുമ്പോൾ കുറേ എത്തിയപ്പോൾ നബി സമൂഹത്തോട് പറഞ്ഞു, സഹാബികളൊക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ കുറച്ച് മുമ്പ് പോയിക്കോളി, ഞങ്ങളൊന്ന് വരാം. അതാണ് ജീവിതം. അങ്ങനെയൊക്കെയാണ്. കുറച്ചൊറ്റയ്ക്ക് ജീവിക്കണം. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊക്കെ ഒന്ന് അടുക്കി, നമ്മൾ വരാം. ആരാ നമ്മളെന്ന് പറഞ്ഞാൽ ഞാനും ആയിഷയും. അങ്ങനെ അവരൊക്കെ മുമ്പോട്ട് പോയി. കുറേ കണ്ണ് കാണാത്ത ദൂരത്തെത്തി. ഇങ്ങോട്ട് നോക്കിയാൽ തിരിച്ചു കാണൂല എന്നുള്ള ദൂരത്തെത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് ചോദിച്ചു, ആയിഷ തുസാബിഖീനനി, ആയിഷ നീ എന്നോട് മത്സരിക്കാനുണ്ടോ, ഓട്ടപ്പന്തയത്തിനുണ്ടോ? സുബ്ഹാനല്ലാഹ്, എന്താ ചോദ്യം! മരുഭൂമിയിലെ ഓട്ടപ്പന്തയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചോദിക്കണേ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. അതാണ് എന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇണയോട് ചോദിക്കുന്നു, നീ ഉണ്ടോ, നമ്മളൊന്ന് ഓടി നോക്കുക, ആരാ ജയിക്കാൻ? നമുക്ക് ഇതുവരെ ചോദിക്കാൻ തോന്നിയണോ? അതൊന്നും ചോദിച്ചുകൂടാ, അങ്ങനെ നയിക്കൂടാ. ആയിഷ പറഞ്ഞു റെഡി. അങ്ങനെ അവർ രണ്ടുപേരും തസാബഖ, ഓടി. ആലോചിച്ച് നോക്കൂ, അതൊരു സംഭവമല്ലേ? ജയിച്ചതാര് തോറ്റതാര് എന്നുള്ള വിഷയം ഓടി. ചരിത്രം നിങ്ങൾക്ക് അറിയണ്ടാവും. എനിക്ക് ആവശ്യമുള്ളത് മാത്രമാണ് എന്ന് പറയുന്നത്, ബാക്കി നിങ്ങൾ മനസ്സിലാക്കിക്കോ അല്ലേ. എന്താ സംഭവിച്ചത്? ആ പ്രാവശ്യം ഒരു തോൽവിയുണ്ടായി. സ്വാഭാവികമാണ്, ചെറിയ കുട്ടിയല്ലേ, തോറ്റുപോകും. പിന്നെ ഇതേമാതിരി മറ്റൊരു സംഭവം ഉണ്ടാകുകയാണ്. അന്ന് ആയിഷ കുറച്ച് തടിച്ച് കൊഴുത്തൊക്കെ ചെയ്ത് ഉഷാറായിട്ടുണ്ട്. റസൂലുള്ളാഹിൻ്റെ കൂടെ നിന്ന് കുറച്ച് തിന്നും കുടിച്ചൊക്കെ ചെയ്ത് തിന്നാൻ കിട്ടണമൊക്കെ കുടിച്ച് ഉഷാറായിട്ടുണ്ട്. രണ്ടാമത്തെ തവണ ആയിഷ നബിനോട് ചോദിക്കുക, ഉണ്ടോ, നമുക്കൊന്ന് ഓടി വെക്കല്ലേ? ഇങ്ങോട്ടൊരു ചോദ്യം. ഓടുകയാണ്. റെഡി. നബി ഓടി. നമ്മൾ റെഡി ഓടാൻ. നബി തോറ്റു. അപ്പം പറഞ്ഞു, ഇത് അന്നത്തേന് പകരമാണ്. ആലോചിച്ച് നോക്കൂ, എന്താ ജീവിതം! ഇതല്ല ജീവിതം എന്ന് പറഞ്ഞാൽ. ജീവിതം എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലാണ് ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരന്മാരെ, ഇതായിരുന്നു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വീട്ടിനകത്ത് നമ്മൾ ആരാ? വീട്ടിനകത്ത് നമ്മൾ ഇണയാണ്. പുറത്ത് ഞാൻ വലിയ ഡോക്ടറായിരിക്കും, എൻജിനീയറായിരിക്കും, മാനേജറായിരിക്കും, വലിയ ഉദ്യോഗസ്ഥനായിരിക്കും. പക്ഷേ വീട്ടിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾ എന്താ വേണ്ട? ഡോക്ടറാകണ്ട, എൻജിനീയർ ആകണ്ട, ഉദ്യോഗസ്ഥനാകണ്ട, വക്കീലാകണ്ട, പോലീസാകണ്ട. മനസ്സിലായി? അവിടെ നിങ്ങളാകേണ്ടത് ആരാ? സൗജ്. ഖുർആന്റെ പ്രയോഗം അതാണ്, സൗജ്. എന്താ സൗജ് എന്ന് പറഞ്ഞാൽ? ഇണ. ഒരു സാധനത്തിൽ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുത്ത സാധനമാകണം സൗജ്.
ഒരു വ്യത്യാസവും പാടില്ല. ശരിയാ, ചിലപ്പോൾ അവൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഇപ്പം തോന്നുന്നുണ്ടാവും അന്ന് ഇതൊന്നും നോക്കിയില്ല, ഇപ്പം തോന്നുന്നുണ്ടാവും ഞാൻ നല്ല എഡ്യൂക്കേറ്റഡ് ആണല്ലോ, അവളൊരു SLC ഒക്കെ ഉള്ളൂ, അപ്പോൾ എൻ്റെ ഇതെനിക്ക് മനസ്സിലാവില്ല എന്നാ. എന്താണിക്ക എന്ന് വന്ന് ചോദിച്ചാൽ പോടി ഇതെനിക്ക് മനസ്സിലാവില്ല എന്ന്. അതൊന്നും പറ്റൂല. കാരണം എന്താ, അവിടെ സൗജാണ്. എന്തല്ല, നീ ഉദ്യോഗസ്ഥനല്ല, നീ ഡോക്ടറല്ല, എഞ്ചിനീയർ അല്ല. ചോദിച്ചാൽ അവൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. റസൂലുള്ളാഹിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ കാണും, അവൾക്ക് മനസ്സിലാകുന്ന ഭാഷ. ഇതൊന്നും നിനക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണെന്താവില്ല, ഇഷ്ടപ്പെടില്ല. കാരണം പെണ്ണിൻ്റെ സ്വഭാവം അതാണ്, പെണ്ണിൻ്റെ പ്രകൃതം അതാണ്. നേരെ മറിച്ച് ഒരു ഹൃദ്യമായ ഭാഷയിൽ ഇതിങ്ങനൊരു സംഭവമാണ്, നമ്മളെ ഓഫീസിൽ ഇങ്ങനൊരു സംഗതിയുണ്ട്, അതിൻ്റെ ഒരു ഭാഗമായ മതി, തൃപ്തിയായി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിന് പടക്കമോ അതിൻ്റെ പേരിൽ സൗന്ദര്യപ്പടക്കമോ മുണ്ടാതിരിക്കലോ ഒന്നും സംഭവിക്കൂല. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ വീട്ടിൽ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ നമുക്ക് ആകാൻ സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ പറഞ്ഞ ഒരു വാചകം കൂടി കേട്ടോ. കാന അഫ്ഖഹുന്നാസ്. ഫുക്കാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഫലിതം വിറ്റ് എന്നൊക്കെ പറയുന്ന സംഗതിയാണ്. എവിടെ? വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയങ്കരമായി വിറ്റ് പറയാറുണ്ടായിരുന്നു. മനസ്സിലായി? അപ്പം ജനങ്ങളെല്ലാം തൃപ്തിപ്പെടുത്തേണ്ടത് ആരെയാണ്? സ്വന്തം കുടുംബത്തെയാണ്. അതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക. മൂന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബത്തെ വീട്ടിൽ സഹായിക്കുകയാണ്. വീട്ടിൽ ഭയങ്കര പ്രയാസം, പണികൾ കുറേ അധികം, പ്രശ്നങ്ങൾ, വിരുന്നുകാർ വന്നു, ആകെ പ്രശ്നം, അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ അവളെന്തെങ്കിലും ആകട്ടെ, അവൾ പേറിക്കോട്ടെ, അത് പറ്റൂല. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടുത്തെ പ്രിയപ്പെട്ട പ്രിയതമ വിവരിക്കുന്നു. കാന ഫീ മിഹ്നതി ഇയാലിഹി കാന യുഖീതു സൗബഹു വയഖ്സിഫു നഅലഹു വയർഖഉ ദൽവഹു വയഫ്ലി സൗബഹു വയഹ്ലിബു ഷാതഹു വയഖ്ദിമു നഫ്സഹു. ഒക്കെ എല്ലാം ഇനി ബാക്കിയൊന്നുമില്ല ഇതിൽ. അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ സഹായിക്കുമായിരുന്നു. യഖീതു സൗബഹു, കുപ്പായം തുന്നുമായിരുന്നു. എവിടെ കീറിയാലേ ഇതൊന്ന് തുന്നിക്കാണിക്കാനാണ് കണ്ടു കൊടുക്കല്ല, നമ്മളൊന്ന് തുന്നി നോക്കുക. സൂചിൻ്റെ ഓട്ടിൽ കൂടെ നമ്മളൊന്ന് നൂലിട്ട് നോക്കുക, കീറുമെന്ന് നോക്കാലോ. അതിനൊരു ക്ഷമ തന്നെ വേണം. അതുകൊണ്ട് തന്നെയാണ് അത് ചെയ്തു നോക്കിയത്. എങ്ങനെയാണ് മനസ്സിലായേ? അങ്ങനെ അദ്ദേഹം ചെരുപ്പിൻ്റെ സ്ട്രാപ്പൊക്കെ ഒന്ന് പൊട്ടിയാൽ നമ്മളും ഒന്ന് ശരിയാക്കി നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ബക്കറ്റ്, വെള്ളം കോരുന്ന തോൽപാത്രം അദ്ദേഹം എടുത്ത് വൃത്തിയാക്കും. അദ്ദേഹത്തിൻ്റെ വസ്ത്രം അദ്ദേഹം കഴുകി വൃത്തിയാക്കും. അദ്ദേഹത്തിൻ്റെ ആടിനെ അദ്ദേഹം കറക്കും. അല്ലാഹ്, ഇതായിരുന്നു ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒക്കെ ചെയ്യും. എന്നിട്ട് ആയിഷ ബീവി പറയാണ്, ഫഇദാ ഹദറത്തിസ് സ്വലാ ഖാമ ഇലസ്സലാഹ്. അത് മറന്നുകൊണ്ടാന്നർത്ഥം. നിസ്കാരം എന്ന് കേട്ടാലോ നബി ഉടനെ ചെയ്യണ പണി അവിടെ വെച്ചിട്ട് നിസ്കരിക്കാൻ പോകും. ഓഫായി. വീടാകുന്ന കമ്പനി എന്താക്കി? സ്വിച്ച് ഓഫ് ചെയ്തു, നേരെ നിസ്കാരത്തിലേക്കാ. ഇതായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മൾ ആരാകണം? നമ്മൾ അടുക്കളയിൽ ചെന്ന് പ്ലേറ്റ് ഒന്ന് കഴുകി കൊടുക്കണം. പ്ലേറ്റ് കഴുകിയാൽ നമ്മളാരും എഞ്ചിനീയർ അല്ലാതാവില്ല. മനസ്സിലായില്ലേ? ഒന്നും സംഭവിക്കൂല. ഇടയ്ക്കൊരു ഭക്ഷണം, ഇന്ന് ഞാനൊന്ന് കുക്ക് ചെയ്യാന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾ ചെയ്താൽ ചിലപ്പോൾ തിന്നാനും പറ്റൂല. മനസ്സിലായില്ലേ? പക്ഷേ എന്നാലും അത് പറയാനുള്ളൊരു മനസ്സ് നമുക്ക് വേണമല്ലോ. ഞാനൊന്ന് കുക്ക് ചെയ്യുന്ന എൻ്റെ ഒന്ന് സാമ്പിൾ നോക്കുമെന്ന് പറയാൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരല്ല. അതൊന്നും സ്നേഹമല്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ കേൾക്കണോ, ഒന്ന് കേട് വന്നാലും അവൾ സഹിക്കും, നമ്മൾ സഹിക്കൂല, അത് വേറെ വിഷയം. നമ്മളൊന്ന് കുക്ക് ചെയ്തു നിൽക്കുക, ലേശം ഉപ്പ് കൂടി, നിങ്ങളൊന്ന് തിന്നുമ്പോൾ ചോദിച്ചു നോക്കിൻ്റെ എങ്ങനെയുണ്ട്? ഗംഭീരമായിന്നാ കേൾക്കുക. നേരെ തിരിച്ചോ, അവരിങ്ങനെ നന്നായി നോമ്പൊക്കെ നോറ്റ് കഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ പള്ളിയിൽ നിസ്കരിച്ച് നോമ്പോറ്റ് തറാവി ഒക്കെ നമുക്ക് ദിക്റും ദുആ ഒക്കെ നമുക്കുണ്ട്. അവർക്കോ ഇതൊന്നുമില്ല. അത് അടുക്കളയിലാണല്ലോ അല്ലേ? ഉച്ച മുതൽ കയറിയതാ അങ്ങോട്ട് അടുക്കളയ്ക്ക്. എന്താ എത്ര എണ്ണ ഉണ്ടാക്കണം ഇപ്പോൾ അല്ലേ? അങ്ങനെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അവളിങ്ങനെ കൊതിക്കും. എന്ത്? ഇയാളൊരു നല്ല വാക്ക് പറഞ്ഞെങ്കിൽ എന്ന് കൊതിച്ചു പോവും. ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തെങ്കിൽ, ഈ ഉന്നക്കായി എന്താ ടേസ്റ്റ് ഇല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു നോക്കൂ. ഉണ്ടെങ്കിലും നമ്മൾ പറയില്ല അത് രസമുണ്ട്. ഇത് പറ്റൂല കൂട്ടരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ റസൂലുള്ളാഹിനെ ഇത്തിബാഅ് ചെയ്യണം.
അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃക ജീവിതത്തിൻ്റെ മുഴുവൻ അവസ്ഥയിലും നമുക്കുണ്ടാകണം. അവരായിരിക്കണം നാം.